ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓട്സ് കൊണ്ടൊരു ഉപ്പുമാവാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ രുചികരവും ഹെൽത്തിയുമായിട്ടുള്ളൊരു ഉപ്പുമാവാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ. ഉപ്പുമാവ് തയ്യാറാക്കാൻ വേണ്ടി 1/2 കപ്പ് ഓട്സ് നന്നായിട്ട് വറുത്തെടുക്കുക. ഇനി ഒരു 1/4 കപ്പ് റവ കൂടി നന്നായിട്ട് വറുത്തെടുക്കുക. ഇനി ഒരു പാനിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഇനി ഒരു 1/2 സ്പൂണോളം ഇഞ്ചി ചതച്ചതും 1 പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സവാളയുടെ അരമുറി അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് അങ്ങ് വഴന്ന് പോകണമെന്നൊന്നുമില്ല. ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നീട് ഒരു 1/4 കപ്പ് ചോപ്പ് ചെയ്ത ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടും ചേർക്കാം. ഇതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നീട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഓട്സും വറുത്ത് വെച്ചിട്ടുള്ള റവ കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം ഒരു 1/2 സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്നും കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരവിയത് കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളമാണ് 1/4 കപ്പോളം ഒഴിച്ചിട്ടുണ്ട്. വറുത്ത് കഴിഞ്ഞതുകൊണ്ട് ചൂടുവെള്ളം തന്നെ അല്ലെങ്കിൽ തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇളക്കിയതിന് ശേഷം ആവശ്യമായ ഉപ്പിടുക. നമ്മൾ ഉള്ളി വാട്ടുന്ന സമയത്ത് ഉപ്പിട്ടിരുന്നു, അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുത്താൽ മതി. അതുപോലെ നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം തീ വളരെ കുറച്ച് വെക്കണം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് വേണം വേവിക്കാൻ. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. വീണ്ടും കുറച്ച് സമയം കൂടെ അടച്ചു വെച്ചിട്ട് വേവിക്കുക. തീ ചെറുതായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ തീയിലും അടച്ചു വെച്ചിട്ടാണ് ഇതിലെ വെള്ളം മുഴുവൻ വറ്റിച്ചെടുക്കേണ്ടത്. അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ ഉപ്പുമാവ് നല്ല സോഫ്റ്റായിട്ട് പരസ്പരം ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ കിട്ടുകയുള്ളൂ. ഇപ്പം നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഈ ഉപ്പുമാവ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെല്ലിലെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.